നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സൈനിക നടപടിക്ക് തുടർച്ച. പത്താൻകോട്ട് ഭീകരാക്രമണം നടന്ന് 3 നാൾ പിന്നിട്ടിട്ടും സൈനിക നടപടികൾ തുടരുന്നതായി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. തിരച്ചിലിൽ പാക് നിർമ്മിത ആയുധങ്ങൾ കണ്ടെടുത്തു. വ്യോമസേനാ താവളത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളില്ല. ക്യാമ്പിനുള്ളിൽ കടന്ന 6 ഭീകരരെയും വധിച്ചുവെന്നും സ്ഥിരീകരണം. പത്താൻകോട്ടിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല. വിമാനങ്ങളും ആയുധങ്ങളും സുരക്ഷിതം. 36 മണിക്കൂർ മാത്രമാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് പ്രാഥമിക ധാരണയുണ്ട്. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും പരീക്കർ. വ്യോമകേന്ദ്രത്തിൽ ആക്രമണം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ. ഇന്ത്യ നൽകിയ തെളിവുകൾ പരിശോധിക്കും. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നവാസ് ഷെരീഫിന്റെ ഉറപ്പ്. യാത്രയുടെ തുടർച്ചയിൽ VM സുധീരൻ നയിക്കുന്ന ജനരക്ഷായാത്ര കാസർഗോഡ് പര്യടനം തുടരുന്നു. ഇന്നു രാവിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര കാഞ്ഞങ്ങാട് ടൗണിലും തൃക്കരിപ്പൂരും പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനരക്ഷായാത്രയിൽ നേതാക്കളുടെ വിമർശനം CPM-നും BJP-ക്കും നേരെ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ഇതിനായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി അണിനിരക്കുന്നതിന്റെ വിളംബരമാണ് ജനരക്ഷായാത്രയെന്നും സുധീരൻ. കോൺഗ്രസും കോടിയേരിയും. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കോടിയേരി. സമാധാനം നിലനിർത്താൻ RSS ഇപ്പോഴത്തെ ശൈലി മാറ്റണം. ഇതിനായി സംഘടന നടത്തുന്ന ആയുധ പരിശീലനം ഒഴിവാക്കണമെന്നും നിർദ്ദേശം. കേരളത്തിൽ CPM BJP കൂട്ടുകെട്ടെന്നാരോപിച്ച മുഖ്യമന്ത്രിക്ക് കോടിയേരിയുടെ രൂക്ഷ വിമർശനം. ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന സ്വന്തം രാഷ്ട്രീയ കള്ളക്കളിയുടെ ഭാഗം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കോൺഗ്രസ് എന്നും ആക്ഷേപം. നിലപാട് മയപ്പെടുത്താതെ. പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാരോപിച്ച് JSS നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെതിരെ UDF നടപടിക്ക്. വിവാദ പ്രസംഗ കേസിൽ വെള്ളാപ്പള്ളിക്കൊപ്പം രാജൻ ബാബു കോടതിയിലെത്തിയത് തെറ്റെന്ന് PP തങ്കച്ചൻ. വെള്ളാപ്പള്ളിക്കൊപ്പം പോയത് വ്യക്തിപരമായ ബന്ധം കൊണ്ടെന്ന് രാജൻ ബാബു. UDF നിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല. കൺവീനർ ഉചിതമായ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കട്ടെ എന്നും വിശദീകരണം. പ്രതിഷേധം പടരുന്നു. ഭീകരവാദ കുറ്റത്തിന് ഷിയ പുരോഹിതനടക്കം 47 പേരെ വധിച്ച സൗദിയുടെ നടപടി പുതിയ തലത്തിലേക്ക്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ച് സൗദി അറേബ്യയും ബഹ്റിനും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സൗദിക്ക് പിന്തുണയുമായി UAE. പ്രതിഷേധം പങ്കുവച്ച് ഖത്തർ. ഇറാനുമായുള്ള എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും നിർത്തിവച്ചും പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയും സൗദിയുടെ പ്രതിഷേധം. 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാനും നിർദ്ദേശം. സൗദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സുഡാൻ. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2395 രൂപ. പവൻ 19,160 രൂപ. വെള്ളി ഗ്രാമിന് 35.65 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.